perceiving level determines the scope of understanding on sustainability and perish. സുസ്ഥിരതയുടെയും വിനാശത്തിന്റെയും സാധുതയും വേഗവും കണ്ടറിയാനാകുന്നത് എവിടെ നിന്നുകൊണ്ട് കാണുന്നുവോ ആ തലത്തെ അപേക്ഷിച്ചാണ്. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. കഴിഞ്ഞ 35 വർഷങ്ങളായിട്ട് സുസ്ഥിരതയെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ ലോകത്തിന്റെ മുന്നിലേക്ക് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. 1984 തോന്നുന്നു ഞങ്ങൾ ആദ്യത്തെ യുദ്ധവിരുദ്ധ റാലി നടത്തിയത്. യുദ്ധവിരുദ്ധ റാലി നടത്തിയപ്പോ ആ കാലത്തെങ്ങാണ്ടാണെന്ന് തോന്നുന്നു വെപ്പണറി ഇൻ സ്പേസ് ദ ഡിലേമ ഓഫ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഒരു പുസ്തകം യാദൃശ്യമായിട്ട് എന്റെ കൈ കിട്ടുന്നത്. ആകാശത്ത് ഒരുക്കി വെച്ചിട്ടുള്ള യുദ്ധസന്നാഹങ്ങളെ കുറിച്ചായിരുന്നു ആ പുസ്തകം. അത് എന്നിൽ ഉണ്ടാക്കിയ ഒരു വല്ലാത്ത ചലനമുണ്ട്, ലോകം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. അപ്പോ ആ കാലത്ത് അതിന്റെ ചുവട് പിടിച്ചിട്ടാണ് നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയതെങ്കിൽ പിന്നീട് നമ്മളിത് റഷ്യയിലേക്ക് പോകണമെന്നുള്ള എന്റെ ഒരു ആഗ്രഹം റഷ്യ തകർന്നതോടുകൂടി ഇല്ലാതായപ്പോ അതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചു പോയപ്പോഴാണ് ലോകം ഒരു വല്ലാത്ത നാടകത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് മനസ്സിലായത്. അതിനെ തുടർന്നാണ് പിന്നെ നമ്മൾ 1986 ഇട്ട ഒരു പദ്ധതി സ്വാശ്രയ ജീവിതം എന്നുള്ളത്. ലോകത്തെന്ത് സംഭവിച്ചാലും നമ്മളെ ബാധിക്കാത്ത രീതിയിൽ ജീവിക്കാനുള്ള ഒരു ക്രമം എന്നുള്ള രീതിയിൽ ഒരു ഇക്കോ വില്ലേജ് ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതി എന്നുള്ള രൂപത്തിൽ 1994 നമ്മൾ കമ്മ്യൂണായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അന്നു മുതൽ ഔദ്യോഗികമായി ഇത്തരം കാര്യങ്ങൾ സ്കൂളുകളിൽ, കോളേജുകളിൽ, സന്നദ്ധ സംഘടനകളിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരെ കണ്ടു കഴിഞ്ഞാലും നമ്മൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും. ഈ 2024 ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു മാറ്റമില്ല. എന്നിട്ടോ ലോകത്തിന് വല്ല മാറ്റമുണ്ടോ? അവിടെയും മാറ്റമൊന്നുമില്ല. അപ്പോ ഈ വൃഥാവിലായ ഈ ഒരു 1/4 നൂറ്റാണ്ടിലേറെ കാലം എന്തിനാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നത് ഞാൻ ആലോചിച്ചു. അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് മനസ്സിലാകാത്തത് എന്നുള്ളത്. സുസ്ഥിരത എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ സുസ്ഥിരത മാത്രമല്ല, ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിന്റെ സുസ്ഥിരത, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള സുസ്ഥിരത, സാമ്പത്തിക സുസ്ഥിരത, തൊഴിലിന്റെ സുസ്ഥിരത, ബന്ധങ്ങളിലെ സുസ്ഥിരത, ഇങ്ങനെ സുസ്ഥിരതയുടെ വിവിധ മുഖങ്ങളെ കുറിച്ച് ഈ കാലത്തിനുള്ളിൽ പഠിച്ചു വന്നതുകൊണ്ട് പലതും ഒരു ഉയർന്ന ഇടത്തു നിന്നും, ഞാൻ ഉയർന്നതെന്നല്ല, വേറിട്ട് നിൽക്കുന്ന ഒരു ഇടത്തു നിന്നും നോക്കിക്കാണാനുള്ള ഒരു പരിശീലനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രായോഗികമായിട്ട് ചെയ്തു നോക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. സിനിമാ തിയേറ്ററിൽ നിൽക്കുന്ന സമയത്ത് സിനിമാ തിയേറ്ററിൽ മുൻപിലുള്ള ആളെ കാണാനല്ലാതെ ലൈൻ കാണാൻ കഴിയില്ല. എത്രത്തോളം ഉണ്ട് ലൈൻ എന്നറിയില്ല, എന്ത് നീളമാണെന്നറിയില്ല. അതേ പരിപാടി കൂട്ടുകാരനെ അവിടെ നിർത്തിയിട്ട് ബാൽക്കണിയിൽ പോയി നോക്കിയ അനുഭവം പാലക്കാടത്തെ തിയേറ്ററിൽ, എറണാകുളത്തെ തിയേറ്ററുകളിലൊക്കെ അതുപോലെ ചെയ്തതിന്റെ ഒരു അനുഭവം ഉണ്ട്. പ്രായോഗികമായിട്ട് ഇത് ചെയ്തപ്പോൾ എന്താണ് എനിക്ക് ഉണ്ടായിരുന്നത് ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. എത്രത്തോളം ദൂരത്തേക്ക് ഈ ലൈൻ നീണ്ടു നിൽക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. എങ്ങനെയാണ് ലൈനിന്റെ വേഗം എന്നറിയാൻ പറ്റും. ഏത് ദിശയിലാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റും. എങ്ങനെയൊക്കെ അത് തിരിഞ്ഞു കൊടുക്കുന്നുണ്ട്, എവിടെയെങ്കിലും അതിന്റെ ഉള്ളിൽ ഈ ലൈനിനകത്ത് ലാഭങ്ങളുണ്ടോ, തടസ്സങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. ലൈനിൽ നിന്ന് കഴിഞ്ഞാൽ അത് അറിയേയില്ല. ലൈനിൽ നിന്നാൽ അത് വേറൊരു അനുഭവമാണ്. അപ്പൊ ഇത് എനിക്ക് തന്നിട്ടുള്ള ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം വഴിയാണ് ഞാൻ ഇപ്പോ ലോകത്തെ കാണുന്നത്. ലോകത്തെ ആളുകൾ, ഞാൻ ആരോടാണോ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ ലോകത്തെ ആളുകളിൽ ഭൂരിഭാഗം പേരും നിൽക്കുന്നത് ഈ വരിക്കകത്താണ്. മുകളിൽ നിന്ന് നോക്കുമ്പോ ഈ വരിയുടെ
വരി എവിടം മുതൽ തുടങ്ങി എവിടം വരെ പോകുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതൊരു നഗരത്തിന്റെ മുകളിൽ നിന്നാണ് നോക്കുന്നതെങ്കിൽ ഒരു വാഹനം പോകുമ്പോൾ ആ വാഹനം എവിടെ നിന്ന് വരാനാണ് സാധ്യത? പല വഴികളിൽ കൂടെ വരാം, എങ്കിലും അവിടെ നിന്ന് ആ ദിശയിൽ നിന്ന് വന്നു ഏത് ദിശ വരെ പോകാം, വഴി എത്രത്തോളം ഉണ്ടെന്ന് വരെ. ഈ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത് വഴിയിലൂടെയാണ്. വാഹനത്തിന് പോകാവുന്ന വഴികൾ എന്തെല്ലാമാണെന്നുള്ള വ്യക്തത നഗരത്തിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ, ഉയർന്നൊരു കെട്ടിടത്തിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ നമ്മൾ ഒരു വ്യവസ്ഥയുടെ അകത്തു നിന്ന് നോക്കുമ്പോൾ കാണുന്നതല്ല, വ്യവസ്ഥയ്ക്ക് പുറത്തു നിന്ന് അതിന്റെ മൊത്തം ഗ്രാഫിനെ എടുത്ത്, അതിന്റെ മൊത്തം മാപ്പിനെ എടുത്ത് നോക്കുമ്പോൾ കാണുന്നത്. അതിനോട് നോക്കുമ്പോൾ പലരുടെയും ആരോഗ്യം എവിടെ നിന്ന് തുടങ്ങുന്നു, എവിടെ വരെ പോകുന്നു, എവിടേക്കാണ് എത്തുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ബന്ധങ്ങൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്, എങ്ങനെയാണ് ഇത് ട്രിഗർ ചെയ്ത് ഈ വഴിക്ക് ആയിട്ടുള്ളത്, ഏത് വഴിക്ക് പോകുന്നു, സാമ്പത്തികം, അതല്ലെങ്കിൽ തിരിച്ചറിവ്, അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ സുസ്ഥിരത, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എവിടേക്കാ പോകുന്നത് നല്ല വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ പ്രളയം, അതുപോലെ കാലാവസ്ഥാ വ്യതിയാനങ്ങള്, അതുപോലെ തന്നെ മഹാമാരികള്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്നുള്ളതല്ലാതെ ഇടയിലുള്ള ഒരു കാഴ്ച, നമ്മളതിനെ പീഠിക എന്ന് പറയാം. ഈ പേരിൽ നമ്മളൊരു നാടകം പോലും ഉണ്ടാക്കിയിട്ടുണ്ട്, പീഠിക എന്ന പേരിൽ. അപ്പോ ഒരു പീഠിക, ഒരു സ്ലൈസ് ഓഫ് വ്യൂ മാത്രം നമുക്ക് കിട്ടുന്ന ഒരവസ്ഥയിലാണ് പൊതുലോകത്തിന്റെ നിലപാട്. അപ്പൊ അവർക്കിടയിലേക്കാണ് നമ്മൾ ഈ മോളിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നത്. ഈ മോളിൽ നിന്ന് നോക്കണമെങ്കിൽ കഴിഞ്ഞ ദിവസം മറ്റേ ബീന ചോദിച്ചു, ഈ അദ്വൈതം എന്ന് പറയുന്ന ഒരവസ്ഥ, എല്ലാം ഒന്ന് തന്നെയാണ്, വൺനെസ് എന്നുള്ള ഒരവസ്ഥ നമുക്കറിയാം. പക്ഷെ ഇത് അനുഭവിക്കാൻ പറ്റുമോ? ശരിയാണ്, നമുക്ക് നമ്മുടെ ബോധത്തെ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടു നിർത്തുമ്പോൾ നമുക്കത് അനുഭവിക്കാൻ പറ്റും. ഈ ഉയർന്ന തലത്തിൽ കൊണ്ടുപോയി നിർത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമാണ്, പലരിലും സാധിക്കാത്തൊരു അവസ്ഥയുമാണ്. ഒരു കാറിനകത്ത് ഒരു ഡ്രൈവർ കയറുന്നു എന്നിരിക്കട്ടെ, കാറിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ, ഡോർ അടച്ച് ഡ്രൈവറായി മാറിക്കഴിഞ്ഞാൽ, വണ്ടി ഓടിച്ച് പരിചയം വേണം, ഡ്രൈവറായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ശരീരബോധം എന്ന് പറയുന്നത് കാറോളം വലുപ്പത്തിലാണ്. അത് അയാളിൽ ഉണ്ടാവുന്ന വേഷപ്പകർച്ചയാണ്, ഭാവപ്പകർച്ചയാണ്, ബോധപ്പകർച്ചയാണ്. ഒരാൾ പെണ്ണ് കെട്ടിക്കഴിയുമ്പോൾ അയാൾ കുടുംബസ്ഥനായി, അയാളുടെ മധുവിധുവിനെ കുറിച്ചുള്ള ചിന്തകളിലൂടെയൊക്കെ പോയി, അതിനുശേഷം പതുക്കെ കുടുംബജീവിതത്തിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ കുടുംബത്തിലെ ഓരോ കാര്യങ്ങള്, ചിലവുകൾ നോക്കുക, ഉപകരണങ്ങൾ വാങ്ങിക്കുക, അവിടെ വരുന്ന തട്ടുകേടുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ മക്കളുടെ വളർച്ച, അവരുടെ മെയിൻ്റനൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോഴേക്കും അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ എന്ന ബോധതലത്തിലേക്ക് ഇവരുടെ ആ പ്രാഥമിക ബോധം മാറി വളരും, ഒരു വളർച്ചയുണ്ടാവും. പിന്നെ അവിടെ നിന്ന് അവർക്ക് കാണാൻ കഴിയും. അതിനകത്ത് വ്യക്തിജീവിതം മാത്രമാണ് ശരി എന്ന് വിചാരിക്കുന്ന ആളുകൾക്കാണ് പലപ്പോഴും തട്ടുകേടുകൾ ഉണ്ടാവുക. കുടുംബനാഥരായി മാറുമ്പോൾ, കുടുംബനാഥയായി മാറുന്ന സമയത്ത്, ആ ബോധപരിണാമം ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് അതിനനുസരിച്ച് അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണാൻ കഴിയും. ആ വൺനെസ് എന്നുള്ളൊരു അവസ്ഥ അവിടെ ഫീൽ ചെയ്യാൻ പറ്റും. ഈ ബോധപരിണാമം സംഭവിക്കാതെ അതിനകത്ത് കേവല വ്യക്തിയായി ജീവിക്കുന്ന ഒരാൾക്ക് ഇത് കാണാനും കഴിയില്ല. അവിടെ എന്റെ ഡിമാൻഡ്, നിങ്ങൾ എനിക്ക് അത് തന്നില്ലല്ലോ, അല്ലെ എനിക്കിത് ഒരിക്കൽ തന്നില്ല, ഞാൻ അടുക്കളയിൽ കയറുന്ന സമയത്ത് നിങ്ങൾ എന്നെ സഹായിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്നത് ചോദിച്ചപ്പോ ഇയാളത് തന്നില്ലല്ലോ എന്ന രീതിയിലുള്ള പരാതികളിലേക്ക് പോകും. അതേസമയം ഇതൊരു ഹോളായിട്ട് കാണുന്ന സമയത്ത് തന്റെ ധർമ്മം, താൻ എന്നുള്ളൊരു വ്യക്തിയാണെന്നും താൻ അവിടെ നിന്ന് അത് കാണുമ്പോഴും തന്റെ ധർമ്മങ്ങൾ മുഴുവൻ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നതല്ല, കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അവ ചെയ്തുകൊണ്ട് മറ്റുള്ളവരോട് സിൻക്രണൈസ് ചെയ്ത് നിൽക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഈ കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ മാറിച്ചേരും. അതുപോലെ നമ്മൾ സമൂഹത്തെ കാണുമ്പോൾ സമൂഹത്തിനകത്ത് ഞാൻ ഈ വരുന്നതെല്ലാം അനുഭവിക്കുന്നു എന്ന രീതിയിൽ സർക്കാർ കുറെ നിയമങ്ങൾ കൊണ്ടുവരുന്നു, ഞാനത് പാലിക്കുന്നു, ലോകം മുഴുവൻ ഇങ്ങനെ ഓടുന്നു, അതുകൊണ്ട് ഞാനും ഇങ്ങനെ ഇരിക്കുന്നു എന്ന അവസ്ഥയ്ക്ക് പകരം ഇതിനൊരു പരിണാമം ഉണ്ടാകും എന്ന് നമ്മൾ ഉയർന്ന തലത്തിൽ എത്തി നിൽക്കുമ്പോൾ മാത്രമാണ് മനസ്സിലാവുക. അതിനൊരു സാമൂഹ്യ പരിവർത്തനത്തിന്റെ, സാമൂഹ്യ പരിണാമത്തിന്റെ ഒരു മനോചിത്രം നമ്മളിൽ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചിന്താപദ്ധതി നമ്മളിൽ ഉണ്ടാവുമ്പോൾ, അതിലൂടെ ചിന്തിച്ചു പോയി നമുക്കൊരു മനോചിത്രം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത് ബോധ്യമാവുക, സമൂഹം ഏത് വഴിക്കായിരിക്കണം പോകേണ്ടത്. പിന്നെ നാട്ടിൽ ഒരുപാട് പേർക്ക് ഇത്തരം ചിന്തകൾ വരുന്നുണ്ട് കേട്ടോ. ഈ പൊളിറ്റിക്കൽ ഡിസ്കഷന് വേണ്ടി ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ഇത്തരം ചിന്തകൾ വരുന്നുണ്ട്. പക്ഷെ അതെന്താണെന്നറിയോ, അതൊരു പ്രതീത തലത്തിലാണ്, പ്രായോഗിക തലത്തിലേക്ക് വരില്ല. അതൊരു വെർച്വൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ മാത്രമാണ് വരുന്നത്. പ്രായോഗിക തലത്തിലേക്ക് വരുന്ന സമയത്ത് മനുഷ്യകുലം ജീവിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യ സമൂഹം ജീവിക്കുന്ന, അല്ലെങ്കിൽ പാലക്കാട്ടെ ജനം, തത്തമംഗലത്തെ ജനം ജീവിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും മാറി
വിഭിന്നമായി ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ട് അത് വീക്ഷിക്കുമ്പോൾ എവിടെ നിന്നാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി, ഇപ്പൊ ഉദാഹരണത്തിന് കാലാവസ്ഥാ പ്രതിസന്ധി എവിടെ നിന്നാണ് ഉണ്ടായത്, എങ്ങനെയാണ് അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഇനി അത് എങ്ങോട്ടേക്കാണ് പോവുക എന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടും. അതേസമയം ഞാനൊരു കോൺക്രീറ്റ് ബിൽഡിംഗ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ആ പണമെല്ലാം സമാഹരിച്ച് ഞാൻ ആ പണി തീർത്ത് ഗൃഹപ്രവേശം നടത്തി എന്റെ കുടുംബത്തിനെയും കൊണ്ട് അതിനകത്ത് കയറി താമസിക്കണം എന്ന വ്യഗ്രതയിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം പാരിസ്ഥിതികമായ ആഘാതങ്ങൾ ഉണ്ടാക്കാൻ പാകത്തിലുള്ള ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് കെട്ടുന്നതിനെ കുറിച്ച് അയാൾ വ്യാകുലപ്പെടില്ല. കാരണം അയാൾ നിൽക്കുന്ന ഇടം വ്യത്യസ്തമാണ്. അപ്പോ ഓരോരുത്തരും നിൽക്കുന്ന ഇടത്തിനനുസരിച്ചാണ് അവർക്ക് കാഴ്ചയെ കാണാൻ കഴിയുക. ആ കാഴ്ചയിലെ വഴി, ആ കാഴ്ചയിൽ നമ്മളെ പ്രതിഷ്ഠിക്കുന്ന, നമ്മളൊരു കാറാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയാണെങ്കിൽ അത് വഴിയുടെ ഒരിടത്ത് നമ്മളെ പ്രതിഷ്ഠിക്കുന്നു. ഇത് എവിടെ നിന്ന് വരുന്നു, എവിടം വരെ പോകുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ കാഴ്ച മുകളിൽ നിന്നും നോക്കുമ്പോൾ ഉണ്ടാവണം. അപ്പൊ ആ മുകളിൽ നിന്നും നോക്കാനുള്ള ബോധപരമായ എലിവേഷൻ നമ്മിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. ഞാൻ ഒരുപാട് പേരുടെ കാര്യത്തിൽ ഈ സുസ്ഥിരത നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യം, ബന്ധം, ധനം തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങളിൽ ഈ എലിവേറ്റഡ് വ്യൂവിൽ നിന്നുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എന്നെ കേൾക്കുന്ന ഭൂരിഭാഗം ആളുകൾക്ക് ഞാൻ അവരുടെ കൂടെ നിന്നുകൊണ്ട് ആ വഴിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് അവരുടെ വശം, അവരുടെ ദിശ, അവരുടെ മുഖം കാണാതെ ഞാൻ പറയുന്നതായിട്ടാണ് പലർക്കും മനസ്സിലാവുന്നത്. അവരാരാണെന്ന് എന്താണെന്ന് അവർക്ക് മാത്രം അറിയുന്ന കാഴ്ചയാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന സമയത്ത് എനിക്കതില് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയും. അപ്പോ നമ്മൾ ഇത് എവിടെ നിന്ന് നോക്കുന്നു, നമ്മൾ കേവലം ഒരു മനുഷ്യന്റെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ അത് പലപ്പോഴും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ. ഇപ്പൊ നമ്മുടെ ഒരു ഉയർന്ന നേതാവ് വന്നു, ഇപ്പൊ നരേന്ദ്രമോദി വന്നു. നരേന്ദ്രമോദി വന്നിട്ട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആളുകളെല്ലാം ചെയ്യും. കാരണം ആളുകൾ അദ്ദേഹത്തെ എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് കാണുന്നത്. അതേസമയം ഇവിടുത്തെ സാധാരണക്കാരൻ, നാട്ടിൻപുറത്തുകാരനായിട്ടുള്ള ഒരാൾ ഇവിടുത്തെ ഒരു ചെറിയ ജീവിത വ്യതിയാനത്തെ കുറിച്ച് സംസാരിച്ചാൽ ആരെയും ഉൾക്കൊള്ളാൻ തയ്യാറാവില്ല. അപ്പോ ഈ സുസ്ഥിരതയുടെ ആയിക്കോട്ടെ, വിനാശത്തിന്റെ ആയിക്കോട്ടെ, അതിന്റെ സാധുത എന്താണെന്നും വേഗം എന്താണെന്നും കണ്ടറിയുന്നത് എവിടെ നിന്നാണോ അതേപോലെ തന്നെ അവർ അങ്ങനെയുള്ള സ്ഥാനത്ത് നിന്നും പറയുന്ന പറച്ചിൽ, അവിടെ നിന്നുള്ള കമാൻഡ് മാത്രമേ സാധുതയുള്ളൂ എന്നും സാധാരണ ജനം വിശ്വസിക്കും. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കോവിലേജ് ഉണ്ടാക്കാനും സുസ്ഥിര ജീവന സമൂഹം ഉണ്ടാക്കാനും സുസ്ഥിരതയ്ക്ക് വേണ്ടിയുള്ള വഴികൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്നത്. നമുക്ക് ഒരു സോഷ്യലിസ്റ്റ് മനോഭാവമാണ് പൊതുവെ ഉള്ളത്. ജനാധിപത്യ ലോകത്ത് സോഷ്യലിസ്റ്റ് മനോഭാവമാണുള്ളത്. ഇനി അതങ്ങനെയൊന്നും അല്ല എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞാൽ പോലും നമ്മൾ ആ സോഷ്യലിസവും ലോജിക്കും കമ്മ്യൂണിസവും ഒക്കെ ശീലിച്ചത് കൊണ്ട് നമുക്ക് അങ്ങനെ നിൽക്കാൻ മാത്രമേ സാധ്യമുള്ളൂ. എല്ലാവരെയും പോലെ നിൽക്കാനാണ് നമുക്ക് കഴിയുക. പക്ഷെ നമ്മുടെ കാഴ്ച ഉയർന്നു വരുന്ന സമയത്ത് നമുക്ക് ഉയർന്ന കാഴ്ചയിൽ നിന്നും കിട്ടുന്ന ബിംബങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ നമ്മൾ പെരുമാറുന്നത് എങ്ങനെയായിരിക്കും? സമൂഹത്തിന്റെ സാധാരണക്കാരന്റെ കൂടെ നിന്നുകൊണ്ട്, സാധാരണക്കാരനെ പോലെ നിന്നുകൊണ്ടായിരിക്കും. അപ്പോൾ സാധാരണക്കാരൻ നമ്മൾ പറയുന്നത് എടുക്കില്ല, നമ്മൾ ഉയർന്ന തലത്തിലേക്ക് പോകണം. ആൾദൈവങ്ങളൊക്കെ വിജയിക്കുന്നത് അവിടെയാണ്. നമുക്കൊരു ആൾദൈവമാകാൻ കഴിയുകയാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു വലിയ നേതാവാകാൻ കഴിയുമ്പോൾ, അല്ലെങ്കിൽ യൂസഫ് അലിയെ പോലെ വലിയൊരു പണക്കാരനാകാൻ കഴിയുന്ന സമയത്ത് അവിടെ നിന്നുകൊണ്ട് പറയുമ്പോൾ ശരിയോ തെറ്റോ ആളുകൾ അത് എടുക്കും. അപ്പൊ ഈ രണ്ട് മുഖവുമുണ്ട്. നമ്മുടെ കാഴ്ചയും നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന ജനത്തിന്റെ കാഴ്ചയും, ഈ രണ്ടും പ്രാധാന്യമുള്ളതാണ് സാമൂഹ്യ പരിവർത്തനത്തിന്റെ കാര്യത്തിൽ. നിങ്ങളൊന്ന് നിരീക്ഷിക്കുക. നിങ്ങളുടെ ജീവിതത്തെ, സാമൂഹ്യ ജീവിതത്തെ, സമൂഹത്തിന്റെ ഇന്നത്തെ ഗതിയെ എവിടെ നിന്നുകൊണ്ടാണ് കാണുന്നത്? നിങ്ങൾ അത് അനുഭവിക്കുന്ന ഒരു വ്യക്തിയായി മാത്രം നിന്നുകൊണ്ട് കണ്ടാൽ അവിടെ നിന്നുകൊണ്ടുള്ള വിശകലനങ്ങളും അതിന്റെ ദത്തങ്ങളും മാത്രമായിരിക്കും ശരി. ഉയർന്ന തലത്തിൽ നിന്നും കണ്ടാൽ കാഴ്ച മറ്റൊന്നാണ്, കാഴ്ച വ്യത്യസ്തമാണ്. അത് തികച്ചും വിപുലമായിരിക്കും. നമ്മൾ ഈ കാഴ്ചയിൽ നിന്നും കണ്ടാൽ മനസ്സിലാകാത്ത പലതും അവിടെ നിന്ന് കണ്ടാൽ മനസ്സിലാവും. അപ്പോ ആ ഒരു എലിവേഷൻ നിങ്ങളിൽ നടന്നിട്ടുണ്ടോ എന്നൊരു പരിശോധന നടത്തുക. ആ എലിവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കുറെ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ലോകത്തിന്റെ ഘടന എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പുസ്തകം വായിച്ചു കഴിയുമ്പോൾ കിട്ടുന്നതോ യുക്തി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നതോ അല്ല ബോധപരിണാമം എന്ന് പറയുന്നത്. അത് നമ്മിൽ ഉണ്ടായിത്തീരേണ്ടതാണ്. നമ്മളിൽ വികാസം, നമ്മുടെ ബോധത്തിന്റെ ഒരു വല്ലാത്ത വികാസം ഉണ്ടാകലാണ്. അത് യുക്തിയുടെ വികാസമല്ല, ബോധത്തിന്റെ വികാസമാണ്. ആ ബോധത്തിന്റെ വികാസം ഉണ്ടെങ്കിൽ മാത്രമേ സുസ്ഥിര ജീവന സമൂഹത്തെ കെട്ടിപ്പടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വിജയകരമായി കാണാനും അറിയാനും ചെയ്യാനും കഴിയുകയുള്ളൂ എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഇന്ന് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.